രാജാ സാബ് നമ്മുടെ റെബൽ സ്റ്റാർ പ്രഭാസിന്റെ ഏറ്റവും പുതിയ സിനിമയാണ്. സത്യം പറഞ്ഞാൽ 2026 തുടക്കം അഥവാ ജനുവരി 9 രാവിലെ 9:45 നമ്മുടെ രാഗം തിയേറ്ററിൽ പടം തല്ലിപ്പൊളിയാണെങ്കിലും വിജയ് ഫാൻസിൻ്റെയോടൊപ്പം ഇരുന്ന് എൻജോയ് ചെയ്ത് കാണേണ്ടിയിരുന്ന ആളായിരുന്നു ഞാൻ നമ്മുടെ ജനനായകൻ. പക്ഷേ സാഡ്ലി അത് പോസ്റ്റ്പോൺ ചെയ്തു. അതിന് പകരം ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ 11:15 ഷോന് ഞാൻ നമ്മുടെ റെബൽ സ്റ്റാർ പ്രഭാസിന്റെ രാജാ സാബ് കണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നാളെ ഇറങ്ങാൻ പോകുന്ന നമ്മുടെ സുധാ കൊങ്കരയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ശിവകാർത്തികനൊക്കെ പ്രധാന കഥാപാത്രത്തിൽ വരുന്ന പരാശക്തി എന്ന് പറയുന്ന സിനിമയും കുറച്ച് സെൻസർ ഇഷ്യൂസ് കാരണം നാളെ റിലീസാവുമെന്നുള്ള സംശയത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ നന്നായിട്ട് എൻ്റെ വിധി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. രാജാ സാബിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ പടത്തിനെ പറ്റി പറയാം? സിമ്പിളായി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി വേസ്റ്റ് മൂവി ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും തല്ലിപ്പൊളി പടം ഏതാണെന്ന് ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഉത്തരം തന്നതിന് രാജാ സാബി വർക്ക് ചെയ്ത എല്ലാവർക്കും വളരെ വലിയൊരു നന്ദി. വെരി വെരി താങ്ക് യു. പടത്തിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ സംസാരിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്ന് തുടങ്ങാം. പടത്തിൻ്റെ മേക്കിംഗ് അന്യായമായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഗ്രീൻ സ്ക്രീൻ എഫക്ട്സ് ആണെങ്കിലും നമ്മുടെ CGI ഒക്കെ ആണെങ്കിലും കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മുടെ ഗ്രീൻ സ്ക്രീൻ എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ 6th സ്റ്റാൻഡേർഡ് കുട്ടികളുടെ മറ്റേ സ്ലൈഡ് ഷോ എടുത്ത് അതിന് മുമ്പിൽ പ്രഭാസിൻ്റെ കട്ടൗട്ട് ഒട്ടിച്ച് വെച്ച പോലെ ആയിരുന്നു. അന്യായമായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. CGIൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും സത്യസന്ധത പറയുകയാണെങ്കിൽ കുറച്ച് സ്മോക്ക് എഫക്ട്സും അതുപോലെ ക്ലൈമാക്സത്തെ കുറച്ച് ഒരു ജയൻറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ജനുവലി എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയെങ്കിലും കുറേ സീനുകളിലൊക്കെ ഇത് അവർ തന്നെയാണോ ഈ CGI വർക്കും ചെയ്തതെന്ന് എന്നെ കൊണ്ട് ചോദിപ്പിച്ചു. പ്രൊഡക്ഷൻ ഡിസൈൻ്റെ പേരിൽ അവരെന്ത് കോപ്പറായാണ് കാണിച്ചു വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. 450 കോടി രൂപയാണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ്. അവർക്ക് ആകെ ഉണ്ടാക്കേണ്ടത് ഒരൊറ്റ വീട് മാത്രമാണ്. അതുപോലെ അവർ നേരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഓബിയസ്ലി എല്ലാ മാസ്റ്റർ പീസിലും ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അന്യായ ലെവൽ എഡിറ്റിംഗ് തന്നെയാണ്. നമ്മുടെ സീരിയലിനൊക്കെ വെല്ലുന്ന ലെവൽ ട്രാൻസിഷൻസ് ആണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അഥവാ നമ്മുടെ ഈ നമ്മൾ ഈ ഫിലിമോറിലൊക്കെ ചെറുപ്പത്തിൽ ഈ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് എഫക്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ പടത്തിൽ മിനിമം ഒരു 10-15 വട്ടം ഉപയോഗിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഹാഫിൽ മാത്രം. സെക്കൻഡ് ഹാഫും കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു 50 വട്ടമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുപോലെ കിടിലം കുറേ ട്രാൻസിഷൻസ് പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിരുന്നു. അഥവാ ഇപ്പോൾ പ്രഭാസിൻ്റെ ഇൻട്രോ പകുതി വെച്ച് കട്ട് ചെയ്ത് പാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റും, എന്നിട്ട് പാട്ടിൻ്റെ പകുതി വെച്ച് കട്ട് ചെയ്ത് അടുത്ത സീനിലേക്ക് കയറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ കയറ്റി വിടുന്നുണ്ട് ഇവർ. അപ്പോൾ എഡിറ്റിംഗ് കിടിലായിരുന്നു. ഐ തിങ്ക് ഈ സിനിമ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്ററിന് ഒരു സ്ട്രോക്ക് ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്തത്. സ്ട്രോക്കിൻ്റെ ഇടയിൽ പോലും ഈ സിനിമ എഡിറ്റ് ചെയ്ത് വെച്ചു, സമ്മതിച്ചിരിക്കുകയാണ്. പിന്നെ പടം മൊത്തത്തിൽ ആക്ച്വലി ഒരു വിൻറ്റേജ് ലുക്കാണ് കേട്ടോ. അഥവാ മൊത്തത്തിൽ ഒരു ഒരു ഔട്ട്ഡേറ്റഡ് ഫീല് പോലെയാണ് ഈ പടം എനിക്ക് ഫീൽ ചെയ്തത്. അഥവാ ഇപ്പോൾ പ്രഭാസിൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതുപോലെ ഈ പാട്ട് പരിപാടിയില്ല. അഥവാ ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ പണ്ട് കണ്ടില്ലേ തെലുങ്ക് പടത്തിലൊക്കെ, അഥവാ ചിലപ്പോൾ ഒരു ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സീനായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ കയറി നമ്മുടെ നായിക വന്നിട്ട് ഹലോ വാ നമുക്ക് പോവാ എന്നിട്ട് മറ്റേ ഫോറിൻ ലൊക്കേഷനിലൊക്കെ പോയി ഡാൻസ് കളിച്ച് പാടുന്ന പരിപാടി അത് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ. പിന്നെ പാട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പടത്തിൽ വെറുതെ ആവശ്യമില്ലാതെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് നമ്മുടെ തമൻ എസ് എന്നുള്ള ആ മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു തെറ്റായി പോകും. തമൻ എണ്ണ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഈ പടത്തിലും ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തല്ലോ, സമ്മതിച്ചിരിക്കുന്നു നിങ്ങളെ. പിന്നെ അതുപോലെ വേറൊരാളും കൂടി ഈ പടത്തിൽ വെറുതെ ആവശ്യമില്ലാണ്ട് കഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നി. അത് നമ്മുടെ പ്രഭാസ് അണ്ണൻ തന്നെയാണ്. അണ്ണൻ കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറച്ചും കൂടി ചിരിച്ച് എനർജറ്റിക് ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അണ്ണൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അണ്ണൻ നല്ല രസിച്ച് അഭിനയിക്കേണ്ടത്, അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിലായതുകൊണ്ട് തന്നെ ആ രസമൊന്നും അങ്ങോട്ട് ഒത്തില്ല എന്ന് മാത്രം. പിന്നെ ഈ പടത്തിൽ ലവ് സ്റ്റോറി തൊട്ട് കുറേ കൊണാപ്പ് കാണിച്ചു വെച്ചിട്ടുണ്ട്. അഥവാ ഈ 3 ഹീറോയിൻസ് ആണ് ഈ പടത്തിൽ മൊത്തത്തിലുള്ളത്. ആൻഡ് ബേസിക്കലി ലവ് സ്റ്റോറി എന്നുള്ള പേരിൽ നമ്മുടെ പ്രഭാസിൻ്റെ അവിഹിതമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഈ 3 ക്യാരക്ടേഴ്സിനും ഒരു രീതിയിലുള്ള സെൽഫ് റെസ്പെക്റ്റും ഇല്ല. ഇവൻ എത്ര കടന്ന് ചീറ്റ് ചെയ്തിട്ടും ഇവർ 3 എൻ്റെ ഏട്ടായാണ്, എൻ്റെ ഏട്ടായി മോശം ആളല്ല, എൻ്റെ ഏട്ടായി നല്ല ആളാണ് എന്നിട്ട് ഇവൻ്റെ പിന്നാലെ തന്നെ നടക്കേണ്ടത്. ഇവനെ എത്ര ഇഷ്ടപ്പെടാൻ എന്താണ് ഇവനുള്ളതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആൻഡ് അവനെ ആരിനെ ഇഷ്ടമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും നന്നായിട്ടുണ്ട്. 3 പേര് നല്ല കിടലായി ചെയ്ത് വെച്ചിട്ടുണ്ട് ആ റോളി. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മാളവിക മോഹനൊക്കെ കുറച്ച് ഫൈറ്റ് ചെയ്യാനൊക്കെ അവർ ആക്ച്വലി ഒരു ചാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ 3 സെക്കൻഡൊക്കെ ഉണ്ടായിരുന്നുള്ളത്. പക്ഷേ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പോസിറ്റീവ്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ചാണകത്തിൻ്റെ ഇടയിൽ നിന്ന് കരിങ്കല്ല് എടുക്കുന്ന പോലെയാണ് ഈ പോസിറ്റീവ്സ് ഒക്കെ ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഈ പടത്തിലൊരു ബൈക്കിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് കാലം മുന്നേ RRR എന്ന് പറഞ്ഞ പടത്തിൽ ജൂനിയർ NTR ഒരു ബൈക്കിനെ ഫ്ലിപ്പ് അടിച്ചിട്ട് ഒരു ഫൈറ്റ് സീനിൽ കാണിച്ചപ്പോൾ കുറേ പേര് അതിനെ ട്രോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ജൂനിയർ NTR അടുത്ത് ഇപ്പം തന്നെ സോറി പറഞ്ഞു. കാരണം അതൊക്കെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാസ്റ്റർ പീസായിട്ട് എനിക്ക് തോന്നി. അഥവാ അയ്യോ ഇതിൽ നമ്മുടെ പ്രഭാസ് അണ്ണൻ ബൈക്കിനെയൊക്കെ എടുത്ത് ലോലിപോപ്പ് വലിച്ചെറിയണ പോലെയാണ് വലിച്ചെറിയണത്. അപ്പോൾ ഇച്ചിരിയെങ്കിലും വില ആ ബൈക്കുകൾക്കൊക്കെ കൊടുക്കാമെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കങ്കുവയിൽ സൂര്യയും മുതലയും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മുതല ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. എനിക്കൊന്നും പറയാനില്ല, സെയിം സാധനം തന്നെ. സൂര്യ അണ്ണൻ്റെ അടുത്ത് എല്ലാവരും സോറി പറഞ്ഞു. ഈ പടത്തിൽ മുതലണ്ണന് ഒരു രീതിയിലുള്ള ഒരു വിലയും കൊടുക്കുന്നില്ല. എനിക്കത് ഭയങ്കര സങ്കടമായി പോയി. ജസ്റ്റിസ് ഫോർ മുതലണ്ണൻ, ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓഫ് മൈ ലൈഫ്. പിന്നെ ഈ പടത്തിൻ്റെ ഒരു സീനിൽ പ്രഭാസ് അണ്ണൻ ആക്ച്വലി സൂപ്പർമാൻ ആവുന്നുണ്ട്. ഞാൻ ജോക്ക്
പോലെയല്ല പറയണം, പ്രഭാസ് അണ്ണൻ ഈ സിനിമയിൽ പറക്കുന്നുണ്ട്. അത് സൂപ്പറായിരുന്നു. എന്തായാലും കുറച്ച് കാലത്തേക്ക് ഇനി പ്രഭാസ് അണ്ണൻ്റെ സ്ഥിതി അതന്നെയായിരിക്കും. പ്രഭാസ് അണ്ണൻ ഫുൾ അങ്ങോട്ടേക്ക് എയറിലായിരിക്കും. ഈ പടം എന്താണെന്നുള്ള ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ കാശ്മീരിക്ക് അരൺമനയിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് രാജാ സാബ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതിൽ 450 കോടി രൂപ ഇവർ എവിടെ കൊടുത്തതെന്നാണ്. കാരണം നമ്മുടെ സുന്ദർ സി അണ്ണൻ്റെ കയ്യിലൊക്കെ ഇത് കൊടുത്താണെങ്കിൽ 40-50 കോടി രൂപയ്ക്ക് അണ്ണൻ ഓൾറെഡി ഉണ്ടാക്കി തന്നേനെ. അത് പറയുന്ന പോലെ ഓൾറെഡി അണ്ണൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അരൺമന എന്നുള്ള പേരിൽ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ പടം കാണാൻ പോവുകയാണെങ്കിൽ ഇത് കാണുന്നതിന് മുന്നേ അരൺമന ഒന്ന് കണ്ടിട്ട് വയ്ക്കോ. ഈ പടം കണ്ടോടെ നിങ്ങൾക്ക് അരൺമന എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസിനോട് കുറച്ചും കൂടി റെസ്പെക്ട് കൂടും. പിന്നെ ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പടത്തിന്റെ ഡ്യൂറേഷനാണ്. 3 മണിക്കൂർ 3 മിനിറ്റ്. അഥവാ ഈ ഡയറക്ടർ പടം കണ്ടപ്പോൾ ഡയറക്ടറിന് തന്നെ തോന്നി ലൈക്ക് ഇത് കാണാൻ വരുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാ, അപ്പോൾ അവരെന്തായാലും വരില്ല, അവരപ്പോൾ ശരിക്കും അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് 3 മണിക്കൂർ വലിച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. അഥവാ ഈ പടം സത്യം പറഞ്ഞാൽ 2 മണിക്കൂറല്ല ഈ പടത്തിന്റെ ആവശ്യമില്ല, പക്ഷെ എന്നിട്ട് പോലും 3 മണിക്കൂർ വലിച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ യെസ്, ഞങ്ങൾ സമ്മതിച്ചിരിക്കും, ഞങ്ങൾ തന്നെ പൊട്ടന്മാർ. എസ്പെഷ്യലി ഈ പടത്തിന്റെ അവസാനമൊക്കെ കൊണ്ടുപോയിട്ട് ഒരു സെക്കൻഡ് പാർട്ടിന് ഒരു പരിപാടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലെന്തോ രാജാ സാബ് ടു സർക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് കാണാൻ പോയ എല്ലാ ഓഡിയൻസ് ഉണ്ടല്ലോ, ഞങ്ങൾ തന്നെയാണ് സർക്കസത്തെ ജോക്കർമാർ. അത് ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. അത് മനസ്സിലാക്കി തന്ന ഡയറക്ടറിന് വളരെ വലിയൊരു താങ്ക് യു. ഈ പടത്തിന്റെ ഡയറക്ടറിന്റെ പേര് മാരുതി എന്തോ ആണ്. ആളിനെ പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല. ആൾ പണ്ട് നല്ല കിടിലം പടങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരാളാണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ എനിക്ക് ഒരു കാര്യം ഈ പടം കണ്ടപ്പോൾ മനസ്സിലായി, ആളിപ്പോഴും മാരുതി 800ന്റെ കാലത്തിലാണ്. എന്തൊക്കെയാണെങ്കിലും താങ്ക് യു മാരുതി അണ്ണ. എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും അത് കുറഞ്ഞു പോയുള്ളൂ. അതുപോലെ ഞാൻ ഈ കൂടുതൽ പറയുന്നത് ചിലപ്പോൾ വായന വേറെ വല്ല വാക്കും വന്നു പോവും. അങ്ങനെയാണെങ്കിൽ പിന്നാലെ എൻ്റെ അമ്മൻ്റെ ചെരുപ്പും എൻ്റെ അടുത്തേക്ക് പറന്നു വരും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കണം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ പോലെ 100-150 രൂപയും അല്ലെങ്കിൽ അത്രയ്ക്കും കഴപ്പുണ്ടെങ്കിൽ 400 രൂപയുടെ വല്ല റിക്ലൈനർ സീറ്റും വാങ്ങിച്ചിട്ട് നിങ്ങളും പോയി 3 മണിക്കൂർ അനുഭവിക്കണം. എന്തായാലും നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളിപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. And I will see you guys in next video. Bye bye. എന്തായാലും നന്ദിയുണ്ട് പ്രഭാസ് അണ്ണ. 2026 ഒരു ബോംബും വെച്ച് തുടങ്ങിയ തന്നെ സൂപ്പറായിരുന്നു. വെടിക്കെട്ട്, അൾട്ടിമേറ്റ് വെടിക്കെട്ട്.